മിലിറ്ററി നേഴ്സിംഗ് സർവീസ് അഥവാ MNSൻ്റെ BSc നേഴ്സിങ്ങിന് 2024 BSc നേഴ്സിങ്ങിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ നീറ്റ് 2024 ബേസിലാണ് ഇതിൻ്റെ അഡ്മിഷൻ നടക്കുക. അപ്പോൾ അതിൽ അഡ്മിഷൻ നടക്കുന്നത് നീറ്റിൻ്റെ മാത്രം ബേസിലല്ല, നീറ്റ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടികളിൽ നിന്ന് ടെസ്റ്റ് ഓഫ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് ഇംഗ്ലീഷ് അങ്ങനെയൊരു എക്സാം ഉണ്ടാവും. പിന്നെ സൈക്കോളജിക്കൽ അസസ്മെൻ്റ് ഉണ്ടാവും, ഇൻ്റർവ്യൂ ഉണ്ടാവും, മെഡിക്കൽ ഫിറ്റ്നസ് നോക്കും. ഇതൊക്കെ നോക്കിയിട്ടാണ് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, മിലിറ്ററി നേഴ്സിംഗ് സർവീസിൽ BSc നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടാൻ മിനിമം വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒന്ന് നീറ്റ് 2024 ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ ജോയിൻ ഇന്ത്യൻ ആർമി .nic.in എന്നുള്ള സൈറ്റിൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട സൈറ്റ് ഇതാണ്. ഇനി സ്ക്രീനിങ് ടെസ്റ്റിന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും വേണം. അതായത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടികൾ മാത്രമാണ്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് അടുത്ത പ്രൊസീജിയർ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഈ ജോയിൻ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ വരും. അതുപോലെ നിങ്ങളുടെ മെയിലുണ്ടാവും. അപ്പോൾ അങ്ങനെ നോട്ടിഫിക്കേഷൻ കിട്ടുന്ന കുട്ടികൾ മാത്രമാണ് പിന്നീട് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് എലിജിബിലിറ്റി എന്ന് നോക്കാം. പെൺകുട്ടികൾക്ക് മാത്രമാണ്, ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. പെൺകുട്ടികൾക്ക് മാത്രമാണ്. അൺമാരീഡ് ആയിരിക്കണം, വിവാഹിതരായിരിക്കരുത്, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിരിക്കണം, ലീഗലി സെപ്പറേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ വിധവകളായിരിക്കണം, ബാധ്യതകളൊന്നുമില്ലാത്ത വിധവകളായിരിക്കണം. അപ്പം ഇങ്ങനെയുള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. നിർബന്ധമായിട്ടും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് 1999 ഒക്ടോബർ 1 അതേപോലെ 2007 സെപ്റ്റംബർ 30 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഒക്ടോബർ 1 99 ശേഷവും 30 സെപ്റ്റംബർ 2007 മുമ്പും ജനിച്ചവർ, ഈ ഡേറ്റുകൾ ഉൾപ്പെടെ ഇതിനുള്ളിൽ ജനിച്ചവരായിരിക്കണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുക. ഫസ്റ്റ് ചാൻസിൽ തന്നെ ഹയർ സെക്കൻഡറി പാസ്സായവരാവണം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായവരാവണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് ഇതിനെല്ലാം കൂടെ ചേർത്ത് മിനിമം 50% അഗ്രിഗേറ്റ് മാർക്ക് ഉണ്ടാവണം. റെഗുലർ സ്റ്റുഡൻ്റ് ആയിരിക്കണം, അതായത് റെഗുലർ കോഴ്സ് പഠിച്ച കുട്ടിയായിരിക്കണം. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നോക്കുകയാണെങ്കിൽ 152 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് പറയുന്നത്. അവരാവശ്യപ്പെടുന്ന ഹൈറ്റ്, മിനിമം ഹൈറ്റ് 152 സെൻറ്റിമീറ്ററായിരുന്നു. ഈ SC ST കാൻഡിഡേറ്റുകൾ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് താലൂക്ക് ഓഫീസിൽ നിന്നുള്ള, തഹസീൽദാറോട് വാങ്ങുന്ന, അതായത് താലൂക്ക് ഓഫീസിൽ നിന്ന് വാങ്ങുന്ന സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം, SC ST കാൻഡിഡേറ്റ്സ്. അതുപോലെ NCC C സർട്ടിഫിക്കറ്റ് ഉള്ളവർ ആ C സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് അതിൻ്റെ വെയിറ്റേജ് ഉണ്ടാവും. ഇനി നീറ്റിൻ്റെ ക്വാളിഫയിങ് മാർക്ക് വെച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടികൾക്കാണ് സ്ക്രീനിങ് പ്രോസസ്സ് ഉണ്ടാവുക. അവരെ മെയിൽ വഴിയും അവരുടെ സൈറ്റ് വഴിയും ഒക്കെ അറിയിക്കും. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടികൾക്കാണ് അടുത്ത പ്രോസസ്സ് ഉണ്ടാവുക. അപ്പോൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ടെസ്റ്റ് ഓഫ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് അങ്ങനെ ഒരു എക്സാം ഉണ്ടാവും. അതുപോലെ സൈക്കോളജിക്കൽ അസസ്മെൻ്റ് ഉണ്ടാവും, ഇൻ്റർവ്യൂ ഉണ്ടാവും, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഇതൊക്കെ സ്ക്രീനിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അതുപോലെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതായത് നിങ്ങളുടെ ഹയർ സെക്കൻഡറി മാർക്ക് അങ്ങനെയുള്ള ബേസിക് ഡോക്യുമെൻറ്റുകളൊക്കെ വെരിഫിക്കേഷനും ആ സമയം തന്നെ ഉണ്ടാവും. ഇനി ആ ടെസ്റ്റിൻ്റെ പ്രത്യേകത നോക്കുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് ഒരു എക്സാം ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ടെസ്റ്റ് ഓഫ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ്. അതിനെയാണ് TOGIGE എന്ന് പറഞ്ഞ് അബ്രിവേറ്റ് ചെയ്തിരിക്കുന്നത്. ടെസ്റ്റ് ഓഫ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നോക്കുക. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. 40 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ഉണ്ടാവും. ഓരോ ശരി ഉത്തരത്തിനും 2 മാർക്ക് വീതം ഉണ്ടാവും. അങ്ങനെ ആകെ 80 മാർക്കിൻ്റെ ക്വസ്റ്റനാണ്. അതിൽ 0.5 അതായത് 4 മാർക്ക് നെഗറ്റീവ് പോവുകയും ചെയ്യും. ഓക്കെ, ഈ 40 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തരുന്ന സമയം 30 മിനിറ്റാണ്. ഈ 30 മിനിറ്റ് കൊണ്ട് 40 ക്വസ്റ്റ്യൻ, 80 മാർക്കിൻ്റെ 40 ക്വസ്റ്റ്യൻ ചെയ്യണം. ശരി ഉത്തരത്തിന് 2 മാർക്ക്, തെറ്റിപ്പോയാൽ 0.5 നെഗറ്റീവ് ആവും. അതിനുശേഷം ഒരു സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ആൻഡ് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടികളിൽ നിന്ന് ഇൻ്റർവ്യൂ ബോർഡ് കുട്ടികളോട് അവരുടെ കോർ സബ്ജക്റ്റ്, അവർ പഠിച്ച സബ്ജക്റ്റുകൾ, അതേപോലെ ജനറൽ നോളജ്, കറണ്ട് അഫെയേഴ്സ്, അവരുടെ ഇൻട്രസ്റ്റുകൾ, ഹോബീസ് അങ്ങനെയുള്ള ഒരു ഇൻ്റർവ്യൂവും ഉണ്ടാവും. അതേപോലെ സ്പോർട്സിലും മറ്റും പങ്കെടുത്ത കുട്ടികൾക്കും അതേപോലെ
ഈ നിലവിൽ സർവീസിലിരിക്കുന്ന ഓഫീസേഴ്സിൻ്റെയും JCOസിൻ്റെയും അതേപോലെ എക്സ് സർവീസ്, അതുപോലെ പേരൻസ് ആരെങ്കിലും ഡിഫൻസിൽ മരണപ്പെട്ടവരായവർ അല്ലെങ്കിൽ അംഗഭംഗം സംഭവിച്ചവർ, അങ്ങനെയൊക്കെയുള്ളവരുടെ കുട്ടികൾക്കും സ്പോർട്സിൽ പങ്കെടുത്ത കുട്ടികൾക്കുമൊക്കെ അതിന് സ്പെഷ്യൽ വെയിറ്റേജ് ഉണ്ടാവും ഇൻ്റർവ്യൂവിൽ. അതിനുശേഷമാണ് മെഡിക്കൽ എക്സാമിനേഷൻ, മെഡിക്കലി ഫിറ്റ് ആണോ എന്നുകൂടി ചെക്ക് ചെയ്യും. ഇനി ഫൈനൽ സെലക്ഷൻ എന്തിൻ്റെ ബേസിലായിരിക്കും എന്ന് ചോദിച്ചാൽ, ഫൈനൽ സെലക്ഷൻ ഒന്ന് നീറ്റ് UG 2024 സ്കോറ്, അതേപോലെ ടെസ്റ്റ് ഓഫ് ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷിൻ്റെ മാർക്ക്, അതേപോലെ സൈക്കോളജിക്കൽ അസസ്മെൻറ്റിൻ്റെ മാർക്ക്, ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക്, മെഡിക്കൽ ഫിറ്റ്നസ്, ഇതിൻ്റെയൊക്കെ ആകത്തുകയായിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷനെ തീരുമാനിക്കുക. ഇനി സീറ്റുകളുടെ എണ്ണം നോക്കുക. AFMC പൂനെയിൽ 40 സീറ്റ്, കൊൽക്കത്തയിൽ 30 സീറ്റ്, മുംബൈയിൽ 40 സീറ്റ്, ഡൽഹിയിൽ 30 സീറ്റ്, ലക്നൌവിൽ 40 സീറ്റ്, ബാംഗ്ലൂരിൽ 40 സീറ്റ്, അങ്ങനെ ആകെ 220 സീറ്റിലാണ് ഈ BSc നഴ്സിങ്ങിൻ്റെ കുട്ടികളെ എടുക്കുക. ഇനി അതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു നീറ്റ് 2024 ക്വാളിഫൈ ചെയ്ത കുട്ടികൾ joinindianarmy.nic.in എന്നുള്ള സൈറ്റിൽ ലോഗിൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് BSc നഴ്സിങ്ങിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഉണ്ട്. ആ രജിസ്ട്രേഷൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഓൺലൈനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID മറ്റുള്ളത് കൊടുക്കുക. എന്നിട്ട് അവർ ആവശ്യപ്പെടുന്ന സ്കാൻഡ് കോപ്പീസ്, ഹയർ സെക്കൻഡറി മാർക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പോലുള്ളത്, അങ്ങനെയുള്ളതിൻ്റെ സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്യണം. ദെൻ നിങ്ങളുടെ ഇമെയിൽ IDയും, അതായത് നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ID നിങ്ങൾക്ക് എന്തായി ഉപയോഗിക്കാം? യൂസർ ID ആയിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡും സെറ്റ് ചെയ്യാം. എന്നിട്ട് ഈ പാസ്വേഡ് ഉപയോഗിച്ച് ഈ ഇമെയിൽ ID, അതായത് യൂസർ IDയും പാസ്വേഡും വെച്ചിട്ടാണ് നിങ്ങൾക്ക് ബാക്കി പ്രൊസീജിയർ ചെയ്യേണ്ടത്. ഇനി നിങ്ങളൊരു ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യാം. ഫൈനൽ സബ്മിറ്റ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ബാക്കി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് കൺഫേം ചെയ്തതിന് ശേഷമേ ഫൈനൽ സബ്മിറ്റ് കൊടുക്കാവൂ. അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നിയാൽ എഡിറ്റ് കൊടുത്തുകൊണ്ട് അത് എഡിറ്റ് ചെയ്യാം. ഫൈനൽ സബ്മിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ഒന്ന് ചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാവൂ. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ഒഴികെയുള്ള ബാക്കി എല്ലാവരും തന്നെ ഒരു 200 രൂപ നിങ്ങൾക്ക് പ്രോസസ്സിംഗ് ഫീ ആയിട്ട് അടയ്ക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാം. അങ്ങനെ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ഓൺലൈൻ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയാൽ നിങ്ങൾക്കൊരു ബാങ്ക് റെഫറൻസ് നമ്പർ അഥവാ DU നമ്പർ തരും. ഓക്കെ, എന്നിട്ടൊരു കൺഫർമേഷൻ പേജും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ DU നമ്പർ നോട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ആ കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് മേ ടേക്ക് എ പ്രിൻ്റ് ഔട്ട് ഓഫ് ദ ഫിൽഡ് ആപ്ലിക്കേഷൻ ഫോർ ദെയർ ഓൺ റെഫറൻസ് അലോങ് വിത്ത് പേയ്മെൻറ്റ് കൺഫർമേഷൻ പേജ്. അപ്പോൾ ഈ കൺഫർമേഷൻ പേജിൻ്റെ കോപ്പി അത് അപ്ലിക്കേഷൻ്റെതും അതേപോലെ കൺഫർമേഷൻ ഈ ബാങ്ക് ട്രാൻസ്ഫറിൻ്റെ കൺഫർമേഷൻ പേജും ഒക്കെ ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചേക്കുക. ഫ്യൂച്ചർ റെഫറൻസിന് നിങ്ങൾക്ക് അതാണ് ഉപയോഗിക്കാം. അപ്പോൾ വെൻ ദ കാൻഡിഡേറ്റ് വിൽ സബ്മിറ്റ് ദെയർ ആപ്ലിക്കേഷൻ എ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ നമ്പർ കോൾഡ് റെഫറൻസ് നമ്പർ വിൽ ബി ജനറേറ്റഡ്. ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു റെഫറൻസ് നമ്പർ കിട്ടും കംപ്ലീറ്റ് ആകുമ്പോൾ. ആ റെഫറൻസ് നമ്പറാണ് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും അവർ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളുടെ റോൾ നമ്പർ പോലെ നിങ്ങൾക്ക് ആ റെഫറൻസ് നമ്പർ ആയിരിക്കും അവിടെ ഉപയോഗിക്കുക. അതുകൊണ്ട് ഇത് ഒന്ന് കുറിച്ച് വെച്ചേക്കുക, അതുപോലെ പ്രിൻ്റ് ഔട്ടും എടുത്ത് വെച്ചേക്കുക. ഇനി ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 7 അപ്പോൾ ഓഗസ്റ്റ് 7 11 PM വരെ, രാത്രി 11 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ടാവും. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ എൻഡിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.